കേരളത്തിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് പുതിയ ബിസിനസ്സുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇതിൽ ഭൂരിഭാഗവും വരുന്നത് ഗൾഫിൽ മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ട പ്രവാസിയുടെ സമ്പാദ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ വീടും പറമ്പും പണയം വെച്ചെടുത്ത ബാങ്ക് ലോണിൽ നിന്നോ ആണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് 90% സംരംഭങ്ങളും 3 വർഷം തികയ്ക്കാതെ പൂട്ടിപ്പോകുന്നത്? രാഷ്ട്രീയവും ലേബർ പ്രശ്നങ്ങളും മാത്രമാണോ അതിന് കാരണം? അല്ല, അതിനുമപ്പുറം നമ്മുടെ സംരംഭകത്വ ശൈലിയിലുള്ള ചില ഗുരുതരമായ പാളിച്ചകളാണ് ഇതിലേക്ക് നയിക്കുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് ആഴത്തിൽ ഒന്ന് വിശകലനം ചെയ്യാം. പലപ്പോഴും കേരളത്തിലെ ബിസിനസ്സുകൾ തുടങ്ങുന്നത് പണം കയ്യിലുണ്ടെന്ന ഒറ്റ കാരണത്താലാണ്. ഉദാഹരണത്തിന്, വിദേശത്തൊരു അക്കൗണ്ടൻ്റായോ എഞ്ചിനീയറായോ ജോലി ചെയ്ത ഒരാൾ നാട്ടിൽ വന്ന് 50 ലക്ഷം രൂപ മുടക്കി ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നു. ലുലു മാളിൻ്റെയോ മറ്റോ വിജയം കണ്ട് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് ധാരണയില്ലാതെ ഇറങ്ങിത്തിരിക്കുന്നവർ പാതി വഴിയിൽ തളരുന്നു. ബിസിനസ് വിജയിക്കാൻ വേണ്ടത് ക്യാപിറ്റൽ മാത്രമല്ല, ആ മേഖലയിലുള്ള കഴിവ് വളരെ പ്രധാനമാണ്. നിക്ഷേപിക്കുന്ന പണത്തിന് ആനുപാതികമായ പ്രായോഗിക അറിവില്ലാത്തതാണ് പല പ്രവാസി ബിസിനസ്സുകളും തകരാൻ കാരണം. കേരളത്തിൽ ഇന്നൊരു ചെറിയ കഫേ തുടങ്ങണമെങ്കിൽ പോലും 20-30 ലക്ഷം രൂപ ഇൻറ്റീരിയറിന് വേണ്ടി മാത്രം ചിലവാക്കുന്ന ഒരു ട്രെൻഡുണ്ട്. ഗ്ലാസ് വർക്കുകൾക്കും ഇൻസ്റ്റഗ്രാമബിൾ ലൈറ്റിങ്ങിനും നൽകുന്ന പ്രാധാന്യം നമ്മൾ ഫുഡ് ക്വാളിറ്റിയിലോ സർവീസിലോ നൽകാറില്ല. ഓവർ ക്യാപിറ്റലൈസേഷൻ ഓൺ നോൺ അസറ്റ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ബിസിനസ് ലാഭത്തിലേക്ക് എത്തുന്നതിന് മുൻപേ വർക്കിംഗ് ക്യാപിറ്റൽ തീർന്നു പോകുന്നു. പല പ്രമുഖ റെസ്റ്റോറൻറ്റുകളും ആഡംബരം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും ഭീമമായ വാടകയും ലോൺ തിരിച്ചടവും കാരണം 1-2 വർഷത്തിനുള്ളിൽ ഷട്ടർ ഇട്ടു. ഇത്തരത്തിൽ വലിയ ആഡംബരത്തിൽ തുടങ്ങി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ പൂട്ടിപ്പോയ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഒരു മന്തിക്കട ക്ലിക്കായെന്ന് കണ്ടാൽ ആ റോഡിൽ പിന്നെ 10 മന്തിക്കടകൾ വരും. ഇതാണ് കോപ്പി ക്യാറ്റ് സിൻഡ്രോം. കേരളത്തിലെ കൺസ്യൂമർ മാർക്കറ്റ് പരിമിതമാണ്. ഒരേ മോഡൽ തന്നെ എല്ലാവരും പകർത്തുമ്പോൾ കസ്റ്റമേഴ്സ് വിഭജിക്കപ്പെടുന്നു. പുതുമ കൊണ്ടുവരുന്നതിന് പകരം മറ്റൊരാളുടെ വിജയം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് വഴി ആർക്കും ലാഭമില്ലാത്ത ഒരു അവസ്ഥ വരുന്നു. ടെക്സ്റ്റൈൽ ഷോപ്പുകളുടെ കാര്യമെടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. ഒരു ടൗണിൽ ഒരേ തരം സാരികൾ വിൽക്കുന്ന 20 കടകൾ വന്നാൽ സ്വാഭാവികമായും പകുതിയിലേറെയും പൂട്ടേണ്ടി വരും. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന മിനിമം കൂലി നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ഇത് നല്ലൊരു കാര്യമാണെങ്കിലും ബിസിനസ് ലാഭകരമാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാകണം. പല ചെറുകിട വസ്ത്രനിർമ്മാണ യൂണിറ്റുകളും തമിഴ്നാട്ടിലെ തിരുപ്പൂരിലെ യൂണിറ്റുകളോട് മത്സരിക്കാൻ കഴിയാതെ പൂട്ടുന്നത് അതുകൊണ്ടാണ്. അവിടെ തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലിയും ഉയർന്ന പ്രൊഡക്ഷൻ വേഗതയുമുണ്ട്. കേരളത്തിലെ ബിസിനസ്സുകൾ ഹൈ വാല്യൂ പ്രോഡക്റ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം മാസ് പ്രൊഡക്ഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലേബർ കോസ്റ്റ് വില്ലനാകുന്നു. ഒരു ബിസിനസ് പരാജയമാണെന്ന് ബോധ്യപ്പെട്ടാൽ എപ്പോൾ പിന്മാറണമെന്ന് മലയാളിക്കറിയില്ല. നാട്ടുകാർ എന്ത് പറയുമെന്ന ചിന്തയും കുടുംബമഹിമയും കാരണം നഷ്ടം സഹിച്ചും വർഷങ്ങളോളം സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകും. ഒടുവിൽ കടം കയറി ആത്മഹത്യയുടെ വക്കിലെത്തുമ്പോഴായിരിക്കും പലരും നിർത്തുക. വൈകാരികമായ അടുപ്പമല്ല, കൃത്യമായ കണക്കുകളാണ് ബിസിനസ് നയിക്കേണ്ടത്. സമയത്തിന് എക്സിറ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രം ജീവിത സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുത്തിയ എത്രയോ പേർ നമുക്കിടയിലുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ അറിവിലും കാണില്ലേ, കൃത്യമായ സമയത്ത് ബിസിനസ് എക്സിറ്റിനെ കുറിച്ച് ആലോചിക്കാതെ ആ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കാതെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെടുത്തിയ കുറച്ചു പേർ. കേരളത്തിലെ ബിസിനസ്സുകൾ പരാജയപ്പെടുന്നത് സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടല്ല, മറിച്ച് സാഹചര്യങ്ങളെ ശരിയായി പഠിക്കാതെ പണമിറക്കുന്നത് കൊണ്ടാണ്. ഒരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് ഇമോഷണൽ ആകരുത്, അനലിറ്റിക്കലായി ചിന്തിക്കാൻ കഴിയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചുവെങ്കിൽ ഷെയർ ചെയ്യുക. ബിസിനസ് പരാജയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിൽ അറിയിക്കുക.